നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കണ്ടംപററി ഡിസൈൻ പ്ലസ് കുറച്ച് നമുക്ക് ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായൊരു വീടാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു എലിവേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെറാക്കോട്ട മെറ്റീരിയൽസും അതുപോലെ ഗ്ലാഡിങ് ടൈൽസും അതുപോലെ ടെക്സ്ചർ പ്രിൻസും വരുന്ന പെയിൻസും കാര്യങ്ങളൊക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എലിവേഷനിൽ കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ അതിനെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടും പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് നമുക്ക് ഈ വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 9 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 11 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അളവിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെൻട്രൽ സിറ്റിക്കകത്ത് നമുക്ക് കയറുവാനായിട്ട് കുറഞ്ഞത് ഒരു 20-25 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വരുന്നുള്ളൂ. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. അപ്പം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വന്നിട്ടുണ്ട്. ലോറി സൈറ്റ് തന്നെയാണ്, നിരന്ന ഭൂമി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസോട് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് കിടക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റ് നമുക്ക് ഞാനിപ്പോൾ സൂചിപ്പിക്കാം. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീട് വെറും ആസ്കിങ് നമുക്ക് വരുന്നത് 49 ലക്ഷമാണ്, തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് ജസ്റ്റ് പോവാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ നമുക്ക് അത്യാവശ്യം വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളൊക്കെ നമുക്ക് സുഖമായിട്ട് കോമ്പൗണ്ടിനകത്തോട്ട് കയറി പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഗേറ്റ് പോർഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് തുറക്കാനായിട്ട്. അപ്പം ഒരു ഫോൾഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റുമാണ് നമുക്കിവിടെ ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടേജ് കാണുന്നത് പോലെ തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്ക് ഫ്രണ്ടേജിൽ അത്രയും കവർ ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ സുഖമായിട്ടൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ സ്ഥാനം നമുക്ക് ഇവിടെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ടേജിൻ്റെ ഏരിയ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവം, ഒരു വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമുക്ക് ബാക്ക് ഏരിയയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇത്രയും നമുക്ക് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്പോസ് ആക്കി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈവൻ നമുക്ക് മീനിൻ്റെ മുള്ളും അതുപോലെ തന്നെ ഇറച്ചിയുടെ ചെറിയ ബോൺസും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് സെൽഫ് ഡിസ്പോസലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വീടിനായിട്ട് ചെയ്തിട്ടുള്ളത്. 10x6 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പോർഷൻ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത് നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ മുഴുവൻ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗ് വർക്കിൻ്റെ വരുന്നത്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷനിൽ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോവാം. സിറ്റ് ഔട്ടിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഈ കാണുന്നത് പോലെ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല മനോഹരമാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിരിക്കുന്നത്. 16x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു വീടിന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല മനോഹരമായ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഫോൾ സീലിംഗ് വർക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ കൂടെ നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ കാണുന്നതാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള TV യൂണിറ്റാണ്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിൽ പോകുന്ന ആ എൻട്രൻസിൽ തന്നെ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ മോഡൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീട്ടിനകത്ത് ഡെക്കോർ സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ കൊടുത്ത് തന്നെയാണ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന എൻട്രൻസ് വഴിയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് എല്ലാ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെ വന്നേക്കുന്നത് ഈ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഏരിയയിൽ ബാക്ക് സൈഡിൽ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു സിങ്ക് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ലൈറ്റും കാര്യങ്ങളും നമുക്കിവിടെ ഓൾറെഡി വച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് നമ്മുടെ സ്പേസാണ് നമുക്കിവിടെ വിട്ടിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നല്ല ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള കിച്ചണിൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 8x12 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണാണ് ചെയ്തേക്കുന്നത്. വീടെല്ലാം നമുക്ക് പണി തീർന്നിട്ട് ഏകദേശം ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു മോഡലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഒരു ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ ഭാഗം മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 3 BHK ആണ്. 3 ബെഡ്റൂം വരുന്ന വീടാണ്. 1500 സ്ക്വയർ ഫീറ്റിൽ 3.5 സെൻറ്റിലാണ് പണിതിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ വീതിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു വാൾ റൂപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് നമുക്കിവിടെ എല്ലാ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു മോഡലാണ് നമ്മൾ ഫോൾ സീലിംഗിൻ്റെ ചെയ്തേക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഏരിയ എല്ലാം നമുക്ക് വന്നിട്ടുള്ളത്. ടൈൽസും മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മിററും അതുപോലെ തന്നെ ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ
നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു മോഡലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം ടോപ്പ് വരെ നമുക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി ഒരു ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. മുകളിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വീടിൻ്റെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. രണ്ട് നല്ല വീട്, അടിപൊളിയായിട്ടുള്ള ഒരു വീട്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വരുന്ന ലിവിങ് ഏരിയയുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയുടെ ഈ ഒരു കോർണറിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഒരു എൽ ഷേപ്പ് മോഡലിൽ വരുന്ന ലിവിങ് ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16x14 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു എൽ ഷേപ്പ് മോഡലാണ് നമുക്കിവിടെ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ്, അത് നമുക്ക് എൽ ഷേപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. എടുത്ത് പറയേണ്ട ഒന്നാണ് നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ടി വി യൂണിറ്റ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല പാനലും കാര്യങ്ങളും വർക്കും കാര്യങ്ങളും ചെയ്ത് നല്ല മനോഹരമായ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയാണ് ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, 2 ബാൽക്കണിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് കാണുന്നത് പോലെ തന്നെ 12x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നമുക്കിവിടെ തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പാനൽ വർക്കും കാര്യങ്ങളും കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മിററും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇത് വരുന്നത്. ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരു ബാത്റൂം നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് വരുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു ബാൽക്കണി നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് എലിവേഷനിൽ മെയിനായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. 8x7 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ ബാൽക്കണിയായിട്ട് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസാണ്. ഇതൊരു മോഡൽ കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു സ്ലൈഡിങ് സ്ലോപ്പും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഇതിൻ്റെ ക്ലോസ്ഡ് ഏരിയ നമുക്ക് വന്നിട്ടുള്ളത് ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയൽസൊക്കെ വെച്ച് നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ബാൽക്കണിയുടെ ഹാൻഡിൽസും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഈ ഒരു പോർഷൻ. എലിവേഷനിൽ നമുക്ക് ഇതിന് മെയിൻ പാർട്ട് ഈ ഒരു ഏരിയ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ടോട്ടലി നമുക്ക് വീടിൻ്റെ 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലാസ്റ്റിലത്തെ ബെഡ്റൂം. നമുക്ക് 12x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സൈസ് നമുക്കിവിടെ ഈ ഒരു റൂമിന് വന്നിട്ടുണ്ട്. ഒരു കോർണർ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു വാൾ റൂഫ്സ് ഓൾറെഡി നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾ റൂഫ്സ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്റൂം. ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് ആയിട്ട് വരെ നമുക്ക് ചെയ്തിട്ടുണ്ട്.
ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ വരുന്ന എല്ലാ സെറ്റ് ഫിറ്റിങ്സും നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ബാൽക്കണി നമ്മൾ നേരത്തെ അവിടെ കണ്ടു. അത് നമുക്ക് വന്നേക്കുന്നത് ഒരു റൂമിൽ നിന്നാണ് നമുക്ക് ഒരു ബാൽക്കണി വന്നിട്ടുള്ളത്. ഈ കാണുന്നത് നമുക്ക് രണ്ടാമത്തെ ബാൽക്കണിയാണ്. വീടിൻ്റെ മെയിൻ കോമൺ ബാൽക്കണിയാണ് ഈ വരുന്നത്. 10x5 ഡയമെൻഷൻ വരുന്ന സ്പേഷ്യസിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ബാൽക്കണിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് ബാൽക്കണിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ ടെറാക്കോട്ട മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റീലിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു ലുക്കിലാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ പ്ലസ് കുറച്ച് നമുക്ക് ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മനോഹരമായ വീട് നമുക്കിവിടെ കണ്ട് അവസാനിച്ചു. അപ്പം 1500 സ്ക്വയർ ഫീറ്റിൽ 3.5 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു 3 ബെഡ്റൂം വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീട് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 2 നില വീടാണ്. 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം നമുക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ള നല്ല മനോഹരമായൊരു വീടാണ്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ചോദ്യം വരുന്നത് വെറും 49 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. വീടിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ച് നമുക്ക് നെഗോഷ്യബിൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.